നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ എല്ലാം വളർച്ചയ്ക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി വളരെയധികം സാധ്യതയുള്ള ഒന്നിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ആർട്ടിമിസ് 2 കുറിച്ചാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ ചന്ദ്രനിൽ പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 1969 നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. അത് നമ്മൾ മനുഷ്യ വംശത്തെ ഒന്നടങ്കം നോക്കി നിർത്തിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ആർട്ടിമിസ് എന്ന് നമ്മൾ നോക്കാം. നാസയുടെ കീഴിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് ആർട്ടിമിസ് എന്ന് പറയുന്നത്. അതായത് ചന്ദ്രനിൽ പോവുക എന്നുള്ളത്. അതായത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രനിൽ പോവുക, അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കുക, പിന്നെ മാർസിൽ പോവുക എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രനിൽ പോവുക, അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കുക, ഈ മാർസിലൊക്കെ പോവുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമായി കൂട്ടേണ്ടതില്ല. അത് നമ്മൾ ഭാവിക്ക് വേണ്ടി വലിയൊരു വാഗ്ദാനം തന്നെയാണ് നമുക്ക് നൽകാൻ സാധിക്കുക. പിന്നെ എന്താണ് ഈ ആർട്ടിമിസ് 2 കൊണ്ട് അർത്ഥമാക്കുന്നത്? ആർട്ടിമിസ് 1 ബാക്കിയായിട്ടാണ് ഈ ആർട്ടിമിസ് 2 വരുന്നത്. 1971 ശേഷം ഇത് ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നതും പോയതുമൊക്കെ. അതായത് നമ്മൾ ഈ ഏപ്രിൽ 1 ആർട്ടിമിസ് 2 വിക്ഷേപിച്ചത്. അപ്പോൾ ഈ ആർട്ടിമിസ് 2 കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, 4 പേരടങ്ങിയ സംഘത്തോടു കൂടിയാണ് പോയത്. അതായത് ഒരു വനിതയും 3 പുരുഷന്മാരും. അപ്പോൾ ഇവർ പോയി അവിടെ ചന്ദ്രനെ കുറിച്ച് പഠിക്കുകയും അതുമായി സുരക്ഷിതമായി തിരിച്ചു വരികയുമാണ് ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മൊത്തം കാലയളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 10 ദിവസത്തോളമാണ്. അപ്പോൾ ഇവ കൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. പിന്നെ ഈ വിക്ഷേപണത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, വിക്ഷേപിക്കുന്നത് പറയുമ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് കൊണ്ട് വിക്ഷേപിക്കുകയും, പിന്നെ നമ്മുടെ ഭൂമിയിൽ വലയം ചെയ്ത്, അതായത് ഡയറക്റ്റ് നമുക്ക് നേരിട്ട് ചന്ദ്രനിൽ പോകാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഭ്രമണപഥത്തിൽ നമ്മൾ ചുറ്റി വേണം പുറത്ത് കടന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ചന്ദ്രനിൽ നിന്നും ചന്ദ്രൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ടാണ് സുരക്ഷിതമായി തിരിച്ചു വരുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള കാര്യം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടമെന്ന് വെച്ചാൽ, നമുക്ക് ശാസ്ത്രപരമായി നമുക്ക് കുറേ പഠിക്കാൻ സാധിക്കും. അതായത് ചന്ദ്രൻ്റെ മണ്ണിനെക്കുറിച്ചും അവിടുത്തെ ജലത്തെക്കുറിച്ചും എന്നിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ സാധിക്കും. പിന്നെ അവിടെ നമുക്ക് പുറത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചന്ദ്രനിലും മറ്റും താമസിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാനൊക്കെ സാധിക്കും. പിന്നെ മാർസിലേക്ക് പോകുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ വനിത അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രങ്ങളെല്ലാം ഒന്നടങ്കം കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടതും എല്ലാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിരന്തരമായി സ്വപ്നം കാണുക, പിന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.